ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റിയൽ എസ്റ്റേറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതിയെക്കുറിച്ചാണ്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്. എന്താണ് ഈ റീറ്റ്സ്? എന്തൊക്കെയാണ് റീറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്കുള്ള ബെനിഫിറ്റ്? ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ പ്രകാശ് നായർ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി ഇന്ത്യയിൽ റീറ്റ്സ് എന്ന് പറയുന്ന ഒരു പദ്ധതി, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതി സ്റ്റാർട്ട് ചെയ്തത് 2019 മാർച്ചിലാണ്. റീറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ മറ്റൊരു സമ്പാദ്യ പദ്ധതിയാണ് റീറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് റിയൽ എസ്റ്റേറ്റ് നോർമലായിട്ട് നമുക്ക് റിയൽ എസ്റ്റേറ്റുകളിലെല്ലാം അല്ലെങ്കിൽ പ്രൈം ഏരിയയിലുള്ള കൊമേഴ്ഷ്യൽ ബിൽഡിങ്, അതേപോലെ ഹോസ്പിറ്റാലിറ്റി, ഇതേപോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ക്യാഷ് ആവശ്യമാണ്. അപ്പം ഒരു റീറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ സെബിയുടെ റെഗുലേഷനിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന റീറ്റ് പദ്ധതികൾ അല്ലെങ്കിൽ റീറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളിൽ നമുക്ക് നോമിനലായിട്ടുള്ള എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കാം. എന്ന് പറയുന്ന എൻറ്റിറ്റി അവർ കളക്ട് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന മണി അവർ സാധാരണയായിട്ട് ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ, ഓഫീസ് ബിൽഡിങ്ങുകൾ, മാളുകൾ, ഷോപ്പിംഗ് മാളുകൾ, ഇങ്ങനെ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള അസറ്റുകളിലാണ് സാധാരണയായി ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇത് ഫുള്ളി സെബി റെഗുലേറ്റഡ് ആണ്. ഇന്ത്യയിൽ ആകെ 3 റീറ്റ്സ് ഇന്നുവരെ 3 റീറ്റ് ഫണ്ടുകളാണ് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് മ്യൂച്വൽ ഫണ്ടുകൾ പോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ മ്യൂച്വൽ ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വ്യത്യാസമുണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോർമലായിട്ട് ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ആ പോർട്ട്ഫോളിയോയിൽ അവരുടെ എക്സ്പോഷർ, ഒരു പർട്ടിക്കുലർ റിയൽ എസ്റ്റേറ്റ് സെക്ടറിലുള്ള ഒരു എക്സ്പോഷർ എന്ന് പറയുന്നതിന് ലിമിറ്റേഷനുണ്ട്. അല്ലെങ്കിൽ 10% ആയിരിക്കും മാക്സിമം റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ആ സെക്ടറിൽ അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുക. അത് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ റിയൽ എസ്റ്റേറ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്ന കമ്പനികളിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, കമ്പനികളുടെ ഷെയർസിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഈ റീറ്റ് യൂണിറ്റ്സിലും ഇൻവെസ്റ്റ് ചെയ്യാം. റീറ്റ് എന്ന് പറയുമ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ കളക്ട് ചെയ്യുന്ന എമൗണ്ട് 1, 2 അല്ലെ 2-ൽ കൂടുതലോ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ അസറ്റുകളിൽ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിലാണ് അവർ ഡെപ്പോസിറ്റ് ചെയ്യുക. ഓഫീസ് സ്പേസ് ആകാം, അതേപോലെ തന്നെ ഷോപ്പിംഗ് മാളുകളാകാം, ഹൗസിംഗ് കോംപ്ലക്സുകളാകാം. അതേപോലെ റെഗുലറായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, ഈ ഇൻകം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ റെൻ്റൽ ഇൻകം ആകാം, ലീസിൽ നിന്നുള്ള ഇൻകം ആകാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രിസിയേഷൻ വരാം. ഈ അവർ വാങ്ങിയിരിക്കുന്ന പ്രോപ്പർട്ടികൾ കൂടുതൽ വിലയ്ക്ക് വിൽക്കുമ്പോൾ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആകാം. ഇങ്ങനെ പല രീതിയിലുള്ള ഇൻകം ഈ റീറ്റ് ഫണ്ടുകളിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സെബി ഇത് സ്ട്രിക്റ്റായിട്ട്, ഞാൻ പറഞ്ഞു, ഇത് സെബിയുടെ റെഗുലേഷൻ അനുസരിച്ചിട്ടാണ് റീറ്റ് ഫണ്ടുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവർ കളക്ട് ചെയ്തിരിക്കുന്ന എമൗണ്ടിൻ്റെ 80% ഇൻകം ജനറേറ്റിംഗ് അസറ്റിൽ സ്ട്രിക്റ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ഇതാണ് ഒരു നോം. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഓഫീസ് സ്പേസുകളിൽ മാത്രമേ ഈ റീറ്റുകൾക്ക് അവരിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റൂ. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇവർ കളക്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഇൻകം ജനറേറ്റിംഗ് അസറ്റുകളിലാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്യുന്ന ഇൻകത്തിൻ്റെ 90%ഉം ഇതിൻ്റെ യൂണിറ്റ് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റേഴ്സിന് ഡിവിഡൻ്റായിട്ടോ ഇൻട്രസ്റ്റ് ആയിട്ടോ തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഇത് നമുക്ക് സ്റ്റോക്കും അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും റീറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്.
നിങ്ങൾക്ക് വേണമെങ്കിൽ നാച്ചുറലായിട്ടൊരു ഒരു ഒരു സംശയം തോന്നാം, എനിക്ക് ഡിവിഡൻഡ് പേയിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെഗുലറായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികളുടെ ഷെയർസിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ എനിക്ക് ഡിവിഡൻഡ് കിട്ടും, റീറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്താലും ഡിവിഡൻഡ് കിട്ടും. പക്ഷേ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ റീറ്റിൽ ആസ് പെർ സെബിയുടെ റെഗുലേഷൻ അനുസരിച്ച് റീറ്റ് ഫണ്ടുകൾ കളക്ട് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 90% അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ യൂണിറ്റ് ഹോൾഡേഴ്സിന് ഡിവിഡൻഡായിട്ടോ ഇൻട്രസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷനായിട്ടോ അവർക്ക് തിരിച്ചു നൽകണം. ഒരു കമ്പനി ഇപ്പോൾ നോർമലായിട്ട് ഒരു കമ്പനിക്ക് ലാഭമുണ്ടാകുന്ന കമ്പനികളാണ് നോർമലായിട്ട് ലാഭത്തിൽ നിന്നും അവരെ ലാഭവിഹിതമായ ഡിവിഡൻഡ് സാധാരണയായി കൊടുക്കുന്നത്. അവർക്ക് കൊടുക്കാതിരിക്കാം, ഇതെല്ലാം കമ്പനിയുടെ ഡിസ്ക്രിപ്ഷനാണ്. ചില കമ്പനികൾ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ട് കമ്പനികൾ അവർക്ക് കിട്ടുന്ന ഇൻകം പ്രോഫിറ്റ് നോർമലായിട്ട് അവർ റീഇൻവെസ്റ്റ് ചെയ്യും. ഡിവിഡൻഡ് പേയിങ് കമ്പനികളാണെങ്കിൽ നോർമലായിട്ട് അവർ ഡിവിഡൻഡ് പേ ചെയ്യും. ചില കമ്പനികൾ വർഷത്തിൽ ഒരു പ്രാവശ്യം, അല്ലെങ്കിൽ മറ്റ് ചില കമ്പനികളിൽ വർഷത്തിൽ ഇൻട്രീം ഡിവിഡൻ്റായിട്ട് 2, 3, 4 പ്രാവശ്യം തന്നെ ഡിവിഡൻഡ് കൊടുക്കുന്നവരുണ്ട്. പക്ഷേ ഈ റീറ്റിൻ്റെ കേസിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം ഹിസ്റ്ററി ഒന്നും റീറ്റിലില്ല. 2019 തുടങ്ങിയിരിക്കുന്നത്. അന്നു മുതൽ തുടങ്ങിയ കാലം മുതൽ പല 3 റീറ്റ് ഫണ്ടുകളുണ്ട്, 2 ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകളുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. അന്ന് മുതൽ അവർ സാധാരണയായിട്ട് ക്വാർട്ടർലി ബേസിസിൽ എല്ലാ ക്വാർട്ടറിലും ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് റെഗുലറായിട്ടൊരു ഇൻകം വേണ്ടവർക്ക്, റെഗുലറായിട്ടൊരു ഇൻകവും വേണം, അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് റിസ്ക് എടുക്കാം, അതേപോലെ തന്നെ ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് റീറ്റ്സ് ഒരു നല്ല ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഇതിൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺ ഇല്ല, പക്ഷേ ഇതിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ട് 80% അല്ലെങ്കിൽ 90% ഇൻകം ജനറേറ്റിംഗ് സെക്യൂരിറ്റികളിൽ അല്ലെങ്കിൽ അതേപോലെയുള്ള റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കാരണം ഇതിന് റെഗുലറായിട്ടുള്ളൊരു ഇൻകം വരും. ഈ ഇൻകത്തിൽ നിന്ന് അവരുടെ എക്സ്പെൻസസ്, അവർ മാനേജ് ചെയ്യാനുള്ള എക്സ്പെൻസസ് കുറച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവനും അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ റീറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് ഗ്യാരണ്ടി ഇല്ല എങ്കിൽ തന്നെയും നമുക്ക് റെഗുലറായിട്ട് ഒരു ക്വാർട്ടർലി ഒരു പേയ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഇതാണ് സാധാരണ ഷെയറിൽ അല്ലെങ്കിൽ ഇക്വിറ്റിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതും റീറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം. എങ്ങനെയാണ് നമുക്ക് റീറ്റ് വാങ്ങാൻ പറ്റുക? ഈ റീറ്റിൻ്റെ യൂണിറ്റ്സുകൾ നോർമലി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റഡ് ആണ്. നമുക്കിത് ഇനീഷ്യൽ അല്ലെങ്കിൽ അവരുടെ NFO അല്ലെങ്കിൽ IPO ടൈമിൽ മാത്രമേ ഇത് ഡയറക്റ്റായിട്ട് കമ്പനിയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഷെയർസ് പോലെ തന്നെ ഇതും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആണ്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്കിപ്പോൾ ഷെയർ ബ്രോക്കിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളവർക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കിത് വാങ്ങാൻ പറ്റും. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നേരത്തെ നമുക്ക് മിനിമം 200 യൂണിറ്റ്സ് എങ്കിലും അല്ലെങ്കിൽ 200 ഷെയർസെങ്കിലും നമ്മൾ വാങ്ങണമായിരുന്നു. ഇപ്പോൾ 2-3 മാസം മുന്നേ സെബി അത് ലിബറലൈസ് ചെയ്ത് നമുക്കിപ്പോൾ 1 യൂണിറ്റ് വേണേലും വാങ്ങാൻ പറ്റും. കാരണം ചില റീറ്റുകളുടെ വിലയെല്ലാം 200 രൂപ മുതൽ 350 രൂപ വരെയാണ്. ആ റേഞ്ചിലാണ് അവരുടെ പ്രൈസ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു 200 ഷെയർ മിനിമം വാങ്ങേണ്ട സാധാരണ ഒരു ചെറിയൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ അവരൊരു വലിയ എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഡിഫിക്കൽട്ടീസ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് സെബി അത് 200 ഷെയർ എന്നുള്ളത് 1 ഷെയർ ആക്കി. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1 ഷെയർ വേണമെങ്കിലും അല്ലെങ്കിൽ 1 യൂണിറ്റ് വേണമെങ്കിലും റീറ്റിൻ്റെ ഇപ്പോൾ വാങ്ങാൻ പറ്റും. അതേപോലെ തന്നെ നേരത്തെ അതിൻ്റെ മിനിമം ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് 50,000 ആയിരുന്നു. അത് റെഡ്യൂസ് ചെയ്ത് 10,000 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള റീറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ്റും അല്ലെങ്കിൽ അതിൻ്റെ റെഗുലേറ്ററി അതോറിറ്റീസും ഇതേപോലെയുള്ള സപ്പോർട്ടുകളെല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ റീറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. നമ്മുടെ പല റെപ്യൂട്ടഡ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനികളുണ്ട്. DLF ഉണ്ട്, എംബസി ഓഫീസ് ഉണ്ട്, ഒബ്രോയി റിയാലിറ്റീസ് ഉണ്ട്, ശോഭ ഡെവലപ്പേഴ്സ് ഉണ്ട്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ ഇതിലും തമ്മിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൽ റിസ്ക് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഷെയറിലാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ ആ കമ്പനിയുടെ പെർഫോമൻസ് മോശമായാൽ നമ്മുടെ എല്ലാ പൈസയും, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മൊത്തമായിട്ട് ലോസ് ആകാനോ അല്ലെങ്കിൽ നമുക്ക്
പാർഷ്യലായിട്ട് ലോസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഈ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈഡ് ആണ്. ഇപ്പോൾ ഈ റീറ്റ് കമ്പനി അല്ലെങ്കിൽ അതിനൊരു സ്പോൺസർ വേണം, ട്രസ്റ്റ് വേണം, ഫണ്ട് മാനേജർ വേണം, അതാണ് അതിൻ്റെ സ്ട്രക്ചർ. അപ്പം ഈ കളക്ട് ചെയ്തിരിക്കുന്ന ട്രസ്റ്റ് ഒരു SPV ഉണ്ടാവും, അവരായിരിക്കും ഇത് മാനേജ് ചെയ്യുന്നത്, അവരായിരിക്കും ഈ അസറ്റുകൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പം അവർ സാധാരണ ഒരു 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 കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഇക്വിറ്റിയിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താൽ അവിടെ റിസ്കിൻ്റെ എലമെൻറ്റ് കൂടുതലാണ്. പക്ഷേ ഒരു റീറ്റാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അവർ 2ൽ കൂടുതൽ പ്രോപ്പർട്ടീസിലായിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യുക. അത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെബിയുടെ മോണിറ്ററിങ്ങിലും ആയിരിക്കും. അവർ ഇതിൻ്റെ വാല്യുവേഷൻ എല്ലാം പ്രോപ്പറായിട്ട് അറ്റ്ലീസ്റ്റ് ഇയേഴ്സ് ഒരു ആനുവൽ ഇയറിൽ 2 പ്രാവശ്യമെങ്കിലും ചെയ്യണം വാല്യുവേഷൻ. അതേപോലെ തന്നെ NAV അവർ ഡിക്ലെയർ ചെയ്യണം. പിന്നെ ഇതിൽ അവരുടെ ഓപ്പറേഷൻസ് എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് റീറ്റ് അഡ്വാൻറ്റേജ് ആണ്. അതേപോലെ രണ്ട് ടൈപ്പുള്ള റീറ്റുകളുണ്ട്. ഇക്വിറ്റി റീറ്റ്സ് നോർമലായിട്ട് ഇതേപോലെ ഇൻകം ജനറേറ്റിംഗ് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. മോർട്ട്ഗേജ് റീറ്റ്സ് നോർമലായിട്ട് അവരുടെ ഇൻകം എന്ന് പറയുന്ന മോർട്ട്ഗേജ് അല്ലെ ലീസ് അങ്ങനെ ചെയ്തിട്ടുള്ള ലീസിങ്ങിൽ നിന്നുള്ള ഇൻകം ആയിരിക്കും മെയിനായിട്ട് അവർക്ക് കിട്ടുക. ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു ടാക്സിൻ്റെ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷനുണ്ട്. പല രീതിയിലാണ് റീറ്റുകൾ അതിൻ്റെ ഡിവിഡൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അതിൻ്റെ റിട്ടേൺ കൊടുക്കുന്നത്. ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കാം, ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കാം, റീപേയ്മെൻറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്, അമോർട്ടൈസേഷൻ ഓഫ് SPV ലെവൽ ഡെറ്റ്, പ്രിൻസിപ്പൽ എമൗണ്ട് റീപേയ്മെൻറ്റ്, ഇങ്ങനെ പല രീതിയിലായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വാർട്ടറിൽ ഒരു 10% എങ്കിൽ 6% ഡിവിഡൻറ്റ് ഒരു റീറ്റ് കമ്പനി കൊടുത്തു നിൽക്കുമെങ്കിൽ അതിൽ ഈ പറയുന്നത് ഒരു പോർഷൻ ഡിവിഡൻ്റ് ആയിരിക്കും, ഒരു പോർഷൻ ഇൻട്രസ്റ്റ് ആയിരിക്കും, ഒരു പോർഷൻ ക്യാപിറ്റൽ റീപേയ്മെൻ്റ് ആയിരിക്കും, ഒരു പോർഷൻ എന്ന് പറയുന്നത് അവർ ഏതെങ്കിലും കുറച്ച് എമൗണ്ട് FDകളിലോ ബാങ്ക് FDകളിലോ മറ്റും ഡെപ്പോസിറ്റ് ചെയ്ത് അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പല പാർട്ടായിട്ടാണ് വരിക. ഇതിൽ നിന്ന് വരുന്ന ഡിവിഡൻറ്റ് നോർമലി ഡിവിഡൻറ്റിൻ്റെ പോർഷൻ അല്ലെങ്കിൽ ബാലൻസ് ഡിസ്ട്രിബ്യൂഷൻ, നമ്മൾ എന്തെങ്കിലും ബാലൻസ് ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ ഡിവിഡൻറ്റോ ആണ് അതിൻ്റെ ആ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട്. നോർമലി ഇൻട്രസ്റ്റ് പോർഷൻ ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ടാക്സബിളാണ്. ഇത് പിന്നെ ഈ റീറ്റ് മാർക്കറ്റിൽ 3 വർഷത്തിന് മുന്നേ വിറ്റ് കഴിഞ്ഞാൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യും. നമ്മൾ 15% ടാക്സ് കൊടുക്കണം. 3 വർഷം കഴിഞ്ഞാണ് ഇത് മാർക്കറ്റിൽ നമ്മൾ വിൽക്കുന്നതെങ്കിൽ അതിന് 10% ടാക്സ് കൊടുക്കണം, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിന് സാധാരണ റിയൽ എസ്റ്റേറ്റും ഇതും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സാധാരണ ഒരു റിയൽ എസ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി നമ്മൾ വാങ്ങണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. 50 കോടി 100 കോടി ആയിരിക്കും. പക്ഷെ നമുക്കും ഒരു ചെറിയൊരു എമൗണ്ടിൽ മിനിമം 10,000 രൂപ അങ്ങനെ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കും ആ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയുടെ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റിൻ്റെ ഒരു പോർഷൻ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ലിക്വിഡിറ്റി, നമ്മളിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് വാങ്ങിയാൽ ലിക്വിഡിറ്റി വളരെ ഒരു പ്രശ്നമാണ്. അത് വിൽക്കുക അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു പ്രൈസ് കിട്ടുക, അത് മാനേജ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഗതിയാണ്. പക്ഷേ റീറ്റ് യൂണിറ്റ്സ് ആണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ഇത് നോർമലായിട്ടും ഒരു ഷെയർ പോലെയാണ്, ഒരു ഇക്വിറ്റി ഷെയർ പോലെ ലിസ്റ്റഡ് ആണ്. ഇത് മാർക്കറ്റിൽ ഈസി ആയിട്ട് നമുക്ക് വിൽക്കുകയും മാർക്കറ്റിൽ നമുക്ക് ക്യാഷിന് ആവശ്യം വരുമ്പം നമുക്ക് മാർക്കറ്റിൽ ഇത് വിൽക്കാം. അതേപോലെ തന്നെ നമുക്ക് ആവശ്യം വരുമ്പോൾ ഇത് വാങ്ങാം. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഇന്ന് റെഗുലറായിട്ടുള്ള ഒരു ഡിവിഡൻഡ് പേയ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻകം പേയ്മെൻ്റ് ആണ്. അതും ഗ്യാരണ്ടീഡ് അല്ല, പക്ഷേ നോർമലായിട്ടും എല്ലാ റീറ്റുകളും ഇത് റെഗുലറായിട്ട് ഈ ഡിവിഡൻഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞു ഏതൊക്കെ റീറ്റുകളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. എംബസി ഓഫീസ് പാർക്ക്, അതേപോലെ തന്നെ ബ്രൂക്ക് ഫീൽഡ് ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് ട്രസ്റ്റ്, മൂന്നാമത് മൈൻഡ് സ്പേസ് ബിസിനസ് പാർക്ക് റീറ്റ്സ്. ഈ 3 റീറ്റുകളാണ് ഇപ്പോൾ പ്രസൻ്റ്ലി നമ്മുടെ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഇത് കൂടാതെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്ന് പറയുന്ന 2 കമ്പനികളുണ്ട്, ഇന്ത്യ ഗ്രിഡ് ട്രസ്റ്റും IRBയും. ഇവരുടെ ഈ യൂണിറ്റ്സും ഈ റീറ്റ് യൂണിറ്റ്സും നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്താണെന്ന് വെച്ചാൽ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്. ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്മോൾ എമൗണ്ടിൽ നമുക്കിത് ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് മാനേജ് ചെയ്യുന്ന പ്രൊഫഷണൽസാണ്. ഇതിൽ നിന്ന് നമുക്ക് റെഗുലറായിട്ടൊരു ഇൻകം കിട്ടും.
അതായത് ഡിവിഡൻഡ് പേയിങ് കമ്പനികളിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ബെറ്റർ ആയിരിക്കും. ഇത് ഏറ്റവും വലിയൊരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഹെഡ്ജ് അഗൻസ്റ്റ്. നോർമലി നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് ഇൻഫ്ലേഷനെ ഹെഡ്ജ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇൻഫ്ലേഷൻ കൂടുന്നതിനനുസരിച്ച് നോർമലായിട്ട് റിയൽ എസ്റ്റേറ്റിൻ്റെ പ്രൈസുകളും കൂടാം. അങ്ങനെ റിയൽ എസ്റ്റേറ്റിൻ്റെ പ്രൈസ് കൂടുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനികളുടെ വാല്യൂം അപ്രിഷ്യേറ്റ് ചെയ്യാം. അതിനനുസരിച്ച് നമുക്കൊരു ക്യാപിറ്റൽ അപ്രിസിയേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് ഈ റീറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ 2019 തുടങ്ങിയിരിക്കുന്നതെങ്കിലും ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം വർഷങ്ങൾക്ക് മുന്നേ ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ റീറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അവർ അക്സെപ്റ്റ് ചെയ്ത് പല പല റീറ്റുകളും അവൈലബിൾ ആണ്. നമുക്ക് ഇന്ന് മാർക്കറ്റിൽ റീറ്റുകളിൽ ഗ്ലോബൽ മാർക്കറ്റിലും കൂടി നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യണം. പല പല മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. അവർ ഗ്ലോബൽ മാർക്കറ്റിൽ നല്ല നല്ല റീറ്റ് ഫണ്ടുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫണ്ട് ഓഫ് ഫണ്ട്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, കുറച്ച് എമൗണ്ട് നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ റിസ്ക് എടുക്കാനുള്ള ഒരു റിസ്ക് ക്യാപിറ്റേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറേ എമൗണ്ട് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലും കൂടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നമ്മുടെ പോർട്ട്ഫോളിയോ ഗ്ലോബൽ മാർക്കറ്റിലൂടെ ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റിലുണ്ടാകുന്ന ചേഞ്ചസുകൾ, അല്ലെങ്കിൽ അവിടെ പ്രോപ്പർട്ടി മാർക്കറ്റിലുണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻ്റ് അല്ലെ ചേഞ്ചസിനനുസരിച്ച് നമുക്കും അതിൽ നിന്നൊരു വരുമാനം, നല്ലൊരു വരുമാനം ലഭിക്കാം. പിന്നെ ഇതിൻ്റെ ലിമിറ്റേഷൻസ് പറയുന്നത് ലിമിറ്റഡ് ഓപ്ഷൻസ് ആണ്. നമുക്കിപ്പം ഒരു കമ്പനി ഷെയർ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കമ്പനികൾ ലിസ്റ്റഡ് കമ്പനികൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ റീറ്റ്സ് എന്ന് പറയുന്നത് ഇന്ന് 3, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ 2, അങ്ങനെ 5 ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമാണ് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ലിക്വിഡിറ്റി, ചിലപ്പോൾ നമുക്ക് ലിക്വിഡിറ്റി അഫക്റ്റ് ചെയ്യാം. മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് വേണ്ട സമയത്ത്, അല്ലെങ്കിൽ നമുക്കിത് ചിലപ്പം വിൽക്കാൻ പറ്റാതെ വരാം. അതൊരു റിസ്ക്കാണ്. പിന്നെ ഇത് കൂടാതെ തന്നെ ചിലപ്പോൾ നോൺ ട്രേഡഡ് ആയിട്ട് വരാം. ഈ പറയുന്ന ലിസ്റ്റഡ് ആയിട്ടുള്ള റീറ്റുകൾ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നോൺ ട്രേഡഡ് ആയിട്ട് വരാം. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉള്ള മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും ഞാനിവിടെ വിവരിച്ചു കഴിഞ്ഞു. ഇപ്പം ഇത് ഒരു നോർമലായിട്ടും നമുക്കൊരു റെഗുലറായിട്ടൊരു ഇൻകം വേണം എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക്, അതോടൊപ്പം തന്നെ ഇക്വിറ്റി മാർക്കറ്റിനെ പോലെ അവർ ഇൻവെസ്റ്റ്മെൻറ്റിന് അപ്രീസിയേഷനും വേണം എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് അങ്ങനെ ആ തരത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേപോലെയുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാവുന്നതാണ്. അത് പിന്നെയും ഞാൻ എല്ലാ എൻ്റെ വീഡിയോയിൽ ഞാൻ ആവർത്തിക്കുകയാണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം നിങ്ങളുടെ റിസ്ക് ക്യാപിറ്റേറ്റിന് ബേസ് ചെയ്തായിരിക്കണം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റിനെ ബേസ് ചെയ്തായിരിക്കണം ഇതേപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം ചെയ്യുവാനായിട്ട്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. ഞാൻ ജസ്റ്റ് ഒരു പുതിയൊരു അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തുക മാത്രമാണ് ഈ വീഡിയോയിലൂടെ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള റിസർച്ച് ചെയ്യുക, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അഡ്വൈസ് ഇതേപോലെ റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഓപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതേക്കുറിച്ച് അറിയാവുന്ന ഒരാളുടെ അഡ്വൈസ് തേടുന്നത് നന്നായിരിക്കും.